ഈ കാറ്റ് ഫ്ലൂട്ട് ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് 2 PVC പൈപ്പിൻ്റെ പീസുകളാണ് വേണ്ടത്. ഇത് പ്ലാസ്റ്റിക് പ്ലേ കാർഡാണ്. പ്ലാസ്റ്റിക് വിസിറ്റിംഗ് കാർഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് ഒട്ടിക്കാനുള്ള ഗം വേണം, മാർക്കിംഗ് പെൻ, പിന്നെ ഒരു ചെറിയ ഡ്രില്ലിംഗ് മെഷീൻ. ഞാൻ ഈ പ്ലൈവുഡ് കൊണ്ട് പൈപ്പിന് കുറേ ലൈൻ ഇടാൻ പോവാം. നിങ്ങൾക്ക് സ്കെയിലോ മറ്റെന്തെങ്കിലും വേണം യൂസ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് 24 ഇഞ്ച് നീളമുള്ള ഒരു പൈപ്പാണ്, 1 ഇഞ്ച് ഡയമീറ്റർ ഉള്ളത്. നമുക്ക് നമ്മൾ ഈ വരച്ച വരയിൽ ഫ്ലൂട്ടിൽ ഇടാനുള്ള ഹോൾസ് മാർക്ക് ചെയ്യേണ്ട അളവുകളാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ അത് നോക്കി അതിലുള്ളതുപോലെ മാർക്ക് ചെയ്യുക. ഇനി അതേപോലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പ്ലേ കാർഡിൽ ആ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഡയഗ്രാം വരച്ച് മാർക്ക് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ കാർഡിൻ്റെ സെൻറ്ററിലുള്ള പോർഷൻ ജസ്റ്റ് ഒരു സാൻഡ് പേപ്പർ അങ്ങനെ ഉപയോഗിച്ച് ശകലം ഒന്ന് തിക്നെസ് ഒന്ന് കുറയ്ക്കണം. ആ സെൻറ്റർ പീസും തമ്മിലുള്ള 3 സൈഡുമായിട്ട് തട്ടാതെ ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണം. ആ ഇടയിലുള്ള ചെറിയൊരു ഗ്യാപ്പ് വേണം. ഇനി നമ്മൾ ആ പൈപ്പിൽ ആ 30 mm മാർക്ക് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് നല്ല ഫയൽ ചെയ്ത് ഒന്ന് സ്ട്രെയിറ്റ്, ആ ഒരു പോർഷൻ ഒന്ന് സ്ട്രെയിറ്റ് ആക്കണം. നമ്മൾ ആ പ്ലേ കാർഡിൽ കട്ട് ചെയ്തെടുത്ത പോർഷൻ നമുക്ക് പിന്നീട് അതിൽ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ്. നമ്മളത് ഫയൽ ചെയ്ത് സ്ട്രെയിറ്റ് ചെയ്ത പോർഷനിൽ ആ സ്ക്രീനിൽ കാണുന്ന സൈസ് ഒന്ന്, ആ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ പോർഷൻ അത്രയും കുഴിച്ച് കളയാതെ ഒന്ന് കട്ട് ചെയ്തോ ഗ്രൈൻഡ് ചെയ്തോ എന്തെങ്കിലും ചെയ്ത് കളയുക ഒന്ന് ജസ്റ്റ്. പ്ലസ് ഇതേപോലെ നല്ലൊരു ഫിനിഷ് ആക്കി എടുക്കുക.
നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതിൽ ലിറ്റിൽ ഫിംഗറിനും തമ്പിനുമുള്ള ഹോൾസ് ജസ്റ്റ് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട് ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് താഴ്ത്തി ഒന്നുകൂടെ മാറ്റിയൊന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻസ് എല്ലാം ഒന്ന് ഹോൾഡ്. ആദ്യം ചെറിയ ബിറ്റ് യൂസ് ചെയ്തൊന്ന് ഹോൾഡ് ഇട്ടിട്ട് പിന്നീട് ഒരു വലിയ ബിറ്റ് ഇട്ട് അതൊന്ന് വലുതാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അതിൽ ഹോൾട്ട് പോർഷൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഫിനിഷ് ചെയ്ത് മൊത്തത്തിൽ നമുക്ക് ഫ്ലൂട്ട് ഒന്ന് സാൻഡ് പേപ്പർ അങ്ങനെ ഉപയോഗിച്ചൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതൊരു ഫോം ഷീറ്റിൻ്റെ പീസാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോർക്കോ അല്ലെങ്കിൽ റബ്ബറിൻ്റെ പീസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്കിത് കിട്ടുമെന്ന് ഞാൻ ഉപയോഗിച്ചെന്നുള്ളൂ. ഇതിൽ നമ്മൾ ഫ്ലൂട്ട് ചെയ്യാനെടുത്ത പൈപ്പിൻ്റെ ഡയമീറ്റർ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത പോർഷൻ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ മാർക്ക് ചെയ്തതിൽ നിന്നും സ്വല്പം പുറത്ത് വിട്ട് വേണം കട്ട് ചെയ്യാൻ. പ്ലാസ്റ്റിക് ആയിട്ട് കട്ട് ചെയ്തെടുത്ത പീസ് ആ പൈപ്പിൽ സ്ട്രെയിറ്റ് ചെയ്ത് ഹോൾ മാർക്ക് ചെയ്ത പോർഷനിലുണ്ട്, അവിടെ ഒന്ന് ഒട്ടിക്കാം. ഈ സ്റ്റിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഗമ്മ് ആ പ്ലൈ കാർഡിൻ്റെ സെൻറ്ററിലുള്ള പോർഷനിൽ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ കട്ട് ചെയ്ത ഫോം പീസ് പൈപ്പിനകത്ത് നല്ല ടൈറ്റായിട്ട് കയറ്റണം. അത് നമ്മൾ ആ ഒട്ടിച്ച കാർഡിന് അല്പം മുകളിലായിട്ട് വരത്തക്ക രീതിയിൽ കൊണ്ടുവയ്ക്കുക. ആ കാർഡിൻ്റെ ടോപ്പും ഇതും തമ്മിൽ ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ ഗ്യാപ്പിനകത്ത് കൊണ്ടുവയ്ക്കുക. ഒരു 3/4 ഇഞ്ച് ഡയമീറ്ററിലുള്ള ഒരു പൈപ്പ്, ഒരു 4 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് എടുത്ത് അതിനൊന്ന് ജസ്റ്റ് കുറുകെ കട്ട് ചെയ്യണം. നെടുകെ കട്ട് ചെയ്ത് അത് നന്നായിട്ടൊന്ന് ഫയൽ ചെയ്തെടുക്കുക. ഒരു 1.5 ഇഞ്ച് മാറി നമുക്ക് ആ പൈപ്പിൽ ഒരു ഹോൾ ഇടണം. അത് ബ്ലോ ഹോൾ, നമ്മൾ അതുവഴിയാണ് ഈ നമ്മുടെ കാറ്റ് ഫ്ലൂട്ട് ബ്ലോ ചെയ്യുന്നത്. നമുക്ക് ആ പൈപ്പിൻ്റെ പീസ് ആ പ്ലാസ്റ്റിക് കാർഡ് ഒട്ടിച്ചതിന് മുകളിൽ വെച്ച് 4 വശത്തൂടെ എയർ പുറത്ത് പോകാത്ത രീതിയിൽ ഒന്ന് ഹോട്ട് ഗ്ലൂ അങ്ങനെ വെച്ചൊന്ന് ഫ്ലൂട്ടിൽ ഒട്ടിക്കണം. ഗ്ലൂ ഒന്ന് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെത്തി മിനുക്കിയെടുത്താൽ നമ്മുടെ കാറ്റ് ഫ്ലൂട്ട് റെഡിയായി.
ഇനി ഇതേപോലെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഡെക്കറേഷനൊക്കെ ചെയ്തെടുത്താൽ നമ്മളെ ക്യാറ്റ് ഫ്ലൂട്ട് ഫുൾ സെറ്റായി.